ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത്, നമുക്ക് കഴിച്ചാലും മതി വരാത്ത, അതേസമയം വെറും 5 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്ക് റെസിപ്പി. അപ്പോൾ നമുക്കൊട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം 6 സ്ലൈസിലുള്ള ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഗോതമ്പിൻ്റെ ബ്രെഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന ബ്രെഡ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടിയത് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും, ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതി, അത്രയും മതി നമുക്ക് തക്കാളി. അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചിക്കൻ മസാല ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയൊരു എരിവിനായിട്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അമൂലിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഉപ്പുള്ള ബട്ടർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് 100 ഗ്രാമിൻ്റെ പാക്കാണ്. അതിലൊരു 1/4 ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 75 ഗ്രാമോളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ ആയതിൻ്റെ പേരിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളക് ചതച്ച് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബട്ടർ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് ഇറക്കി വെച്ചിട്ട് ഒരുപാട് നേരമായി. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ല സോഫ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത ഉടനെ നമ്മൾ മിക്സാക്കി എടുക്കാൻ നോക്കിയാൽ നമുക്കിത് മിക്സായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡ് സ്ലൈസും എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബട്ടർ ഒന്ന് പുരട്ടി കൊടുക്കാം. ബട്ടർ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടറിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച സവാളയും തക്കാളിയും എല്ലാം ഞാൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം അങ്ങനെ ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ, ക്യാബേജ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഈ സ്നാക്കിൻ്റെ ടേസ്റ്റ് കൂടും. അത്രയും രുചിയാണ് ഈ ഒരു സ്നാക്കിന്. ഇനി ഇതാ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ചീസും നിങ്ങൾക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. ഷീറ്റായിട്ട് കിട്ടുന്ന ചീസോ ചെദാർ ചീസോ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ചീസ് ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ആ ബട്ടറിൻ്റെ ഫ്ലേവർ ഉണ്ടാകുമ്പോൾ തന്നെ ഈ നമ്മുടെ ഈ റെസിപ്പിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ചീസ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ബട്ടർ ഇതുപോലെ ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ടോസ്റ്റ് ചെയ്തെടുത്താലും നല്ല രുചി തന്നെയായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുക്കട്ടെ. നമ്മുടെ ബ്രെഡെല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6 സ്ലൈസ് അല്ല, മൊത്തം 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 4 സാൻഡ്വിച്ചാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് വെക്കുക. അത് ചൂടായി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഓരോ ബ്രെഡും വെച്ച് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ബട്ടറുള്ള ഭാഗമാണ് താഴേക്ക് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ബട്ടർ ഇല്ലാത്ത ഭാഗത്തേക്ക് നമുക്ക് ബാക്കി വന്ന ബട്ടർ ഇതിൻ്റെ മുകളിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ആ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്ന വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാക്കി എടുക്കാനായിട്ട്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കിഡിലൻ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും ചീസിൻ്റെ ഫ്ലേവറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ റോ ആയിട്ടിട്ട നമ്മുടെ തക്കാളിയും സവാളയും ഒക്കെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഈ ഒരു സാൻഡ്വിച്ചിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക്